എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ വീഡിയോ നിർത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ഇട്ടായിരുന്നു. വേറൊന്നും കൊണ്ടല്ല, എനിക്ക് സമയമില്ലാത്തത് കാരണം കണ്ണിന് ചെറിയൊരു കുഴപ്പമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ നിർത്തുന്നു എന്നുള്ളൊരു കാര്യം പറഞ്ഞത്. അപ്പോൾ കുറച്ച് ദിവസം കണ്ണിന് റെസ്റ്റ് എടുക്കണമെന്നുള്ളൊരു കാര്യമുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഒത്തിരി പേര് വന്ന് എൻ്റെ വാട്സാപ്പിലും എന്നെ മെസ്സേജ് ഇട്ടും വീഡിയോ നിർത്തല്, മുന്നോട്ട് വരണമെന്ന് പറഞ്ഞ് ഒരുപാട് സഹോദരന്മാർ വന്ന് റിക്വസ്റ്റ് ചെയ്തു. അവരുടെ അഭ്യർത്ഥന പ്രകാരം വീണ്ടും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ വീഡിയോ ഇടാൻ നോക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട്, ഇത്രയും സപ്പോർട്ട് എനിക്ക് ഉണ്ടാകുമെന്ന് ഒരിക്കൽ പോലും ഞാൻ വിചാരിച്ചതല്ല. നിങ്ങളുടെ ഓരോ സപ്പോർട്ടിനും അതിയായ സന്തോഷം അറിയിക്കുന്നു. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചാൽ എനിക്ക് കണ്ണിന് ചെറിയൊരു കുഴപ്പമുണ്ട്. അപ്പോൾ കണ്ണട വയ്ക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വീഡിയോ ഇടാൻ സാധിക്കില്ല എന്നുള്ള ഒരു ഇതായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും എന്നെ ഓരോരുത്തരുടെ പേര് പറയാൻ പറ്റുന്നില്ല, ഓരോരുത്തരായിട്ട് എനിക്ക് മെസ്സേജ് ഇട്ടു, വാട്സപ്പിൽ എന്നെ വിളിച്ചു, ഫോൺ വിളിച്ച് സംസാരിച്ചു. ഒരിക്കലും നിർത്തരുത്, മുന്നോട്ട് വരണം എന്ന് പറഞ്ഞതിൽ അതിയായ സന്തോഷം. ഇത്രയും സപ്പോർട്ട് എനിക്ക് കിട്ടുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചല്ല. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് വീണ്ടും ഞാൻ തിരിച്ചു വരികയാണ്. ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മെഗാറിച്ച് എന്ന് പറയുന്ന വളം ഇട്ട് എൻ്റെ ചെടിക്ക് പൂക്കൾ വന്നത് മാത്രമാണ്. അത് പല ഷോട്ടിലും ഞാൻ ഇട്ടിട്ടുള്ളതാണ്. അതെല്ലാം കൂടെ ഒരുമിച്ചെടുത്ത് ഇടുന്നതാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഒത്തിരി നന്ദി, ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് പിന്നെയും ഞാൻ മുന്നോട്ട് വന്നു. നിങ്ങളുടെ സപ്പോർട്ടിനും നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളുടെ ഓരോ സ്നേഹത്തിനും എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. ഇത് നമ്മുടെ ബോഗൻവില്ലയുടെ ചെടിയാണ്. അതിൽ 2 സൈസ് പൂക്കൾ വന്ന് നിൽക്കുകയാണ്. 7 പ്രാവശ്യവും ഈ ചെടി നമ്മുടെ വീട്ടിൽ നിന്ന് പൂത്തതാണ്. 7 പ്രാവശ്യം പൂത്തപ്പോഴും വെള്ള കളർ പൂ മാത്രമായിരുന്നു. പക്ഷെ പിന്നെ ഒരിക്കൽ പൂത്തപ്പോൾ ഈ കളർ വന്നു, മൾട്ടി കളർ പോലെ. മൾട്ടി കളറാണെങ്കിൽ അത് ഒരു വെള്ള കളറിൽ തന്നെ വേറൊരു കളറും കൂടെ വരുന്നു. പക്ഷേ ഇത് അങ്ങനെയല്ല, സെപ്പറേറ്റ് ആയിട്ടാണ് എനിക്ക് വന്നത്. ഇതിൽ ഞാൻ ഇട്ട് കൊടുക്കുന്ന വളമെന്ന് പറയുന്നത് മെഗാറിച്ച് എന്ന് പറയുന്ന വളമാണ്. പ്രൂൺ ചെയ്തതിന് ശേഷം മെഗാറിച്ച് അതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കും, പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കും. ഇത് മാത്രമാണ് ഞാൻ ചെയ്യുന്ന കാര്യമെന്ന് പറയുന്നത്. കണ്ടില്ലേ, ഇതാണ് നീലക്കൊടിവേലി എന്ന് പറയുന്ന പൂവ്. എത്ര മനോഹരമെന്ന് അറിയാമോ? അത്ഭുതങ്ങളുടെ കലവറ എന്നാണ് പറയപ്പെടുന്നത് ഈ ചെടിയെക്കുറിച്ച്. അതുപോലെ ഈ ചെടി വീട്ടിലുണ്ടെങ്കിൽ പണം വന്നു കയറും, സമ്പത്ത് വന്നു കയറും എന്നൊക്കെ വിശ്വാസങ്ങളുണ്ട്. ഇതിനെക്കുറിച്ച് ഒരുപാട് സീക്രട്ടായ കാര്യങ്ങളുണ്ട്. അതെല്ലാം ഞാൻ ഫുൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ മുട്ടെന്ന് പറയുന്നത്, പൂമുട്ടെന്ന് പറയുന്നത്. അതില്ലേ, ഇത് രാവിലെ ആകുമ്പോൾ വെള്ള കളറും വൈകുന്നേരം ആകുമ്പോൾ ഇത് നീല കളറും ആകും. ഇതിൻ്റെ ചെടി അതായത് ഇതിൻ്റെ കമ്പ് നമ്മൾ ഒടിച്ച് ഒഴുക്കിനനുസരിച്ച് ഇട്ടാൽ, ഒറിജിനൽ നീലക്കൊടിവേലി ആണെങ്കിൽ ആ ഒഴുക്കിനനുസരിച്ച് അത് ഒഴുകിപ്പോകും. ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ ആ ഒഴുക്കി തന്നെ നിൽക്കും, അത് പോവുകയില്ല. ഇതാണ് നമ്മുടെ നീലക്കൊടിവേലി എന്ന് പറയുന്നത്. നിങ്ങളുടെ വീട്ടിലൊക്കെ വാങ്ങി നടുക, നല്ല ചെടിയാണ്, ഔഷധ ചെടിയാണ്. ഈ റോസുകൾക്കും അതുപോലെ തന്നെയാണ്. പൂക്കളെല്ലാം പോയതിന് ശേഷം കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഞാനിടുന്ന വളമെന്ന് പറയുന്നത് മെഗാറിച്ച് തന്നെയാണ്. മെഗാറിച്ച് നിങ്ങൾക്ക് ചെടിക്കടയിൽ ഈ ചെടിയിൽ ബോഗൻവില്ലയുടെ ചെടിയാണ്. ഇതിൽ ഒരു ഇല പോലും ഇല്ല, 4-5 പൂക്കൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ചെടി കരിഞ്ഞു പോയെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ കരിഞ്ഞു പോയില്ലായിരുന്നു. ഞാൻ മെഗാറിച്ചിൻ്റെ വളം ഇട്ട് കൊടുത്തതിന് ശേഷം ഇപ്പോൾ ആ ചെടി കാണണ്ടേ, എന്താ പറയുക, അതിൻ്റെ തളിരിലകളൊക്കെ പുതുതായിട്ട് വന്ന് അത് പോയിട്ട് പൂക്കളൊക്കെ നല്ല ഇലയും പൂക്കളെല്ലാം വന്നു. ഇപ്പോൾ നിങ്ങളിപ്പോൾ കണ്ട് തിരിഞ്ഞ ചെടി തന്നെയാണ് ഇപ്പോൾ എൻ്റെ കൈവശത്തിരിക്കുന്നത്. അതിൽ പുതിയ ഇലകളെല്ലാം വന്നു, കണ്ടില്ലേ? കരിഞ്ഞു പോയെന്ന് വിചാരിച്ച ചെടിയാണ്. പുതിയ ഇലകളെല്ലാം വന്നതിന് ശേഷം അടുത്ത് പൂക്കളും വന്നു, നല്ല ഭംഗിയായിട്ട് നിൽപ്പുണ്ട്. പക്ഷേ എൻ്റെ വിചാരം എന്ന് വിചാരിച്ചതിൽ കരിഞ്ഞു പോയി, ഇനി അത് പൊടിച്ച് വരില്ല എന്ന് വിചാരിച്ചു. പക്ഷെ പെട്ടെന്നായിരുന്നു എല്ലാം സംഭവിച്ചത്. മെഗാറിച്ചിൻ്റെ വളം ഞാൻ ഇട്ട് കൊടുത്തായിരുന്നു. ഉടൻ തന്നെ അതിന് ഇല ഒന്നും ഇല്ലാതിരുന്ന ഭാഗത്ത് മൊത്തം ഇലയും വന്ന്
ഉടൻ തന്നെ അതിന് പൂക്കളും വന്നിട്ടുണ്ട്. അപ്പോൾ മെഗാറിച്ച് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഏത് ചെടിക്ക് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. നല്ല വളമാണ്, ചെടിക്കടയിൽ മേടിക്കാൻ കിട്ടും. എൻ്റെ കൈവശം ഇപ്പോൾ സ്റ്റോക്കൊന്നുമില്ല. ഒത്തിരി പേർക്ക് ഞാൻ അയച്ചു കൊടുത്തു, അവർക്കൊക്കെ കിട്ടി. അത് ഒത്തിരി പൂക്കളൊക്കെ വന്നെന്ന് അറിഞ്ഞാൽ അതിയായ സന്തോഷം. അതുപോലെ ഇതും ഒരു 3 വർഷമായ ചെടിയാണ്. ഇതിൽ ഇതുവരെയും പൂക്കൾ വന്നില്ല. മെഗാറിച്ച് വളം ഇട്ട് കൊടുത്തു, അതിൽ പൂക്കളൊക്കെ വന്നു. അപ്പം എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി.